ഹായ് ഗായ്സ്, നമ്മൾ പുതിയ ഒരു ഓട്ടോറിക്ഷ എടുത്തിക്കണ്. കാരണം നമ്മൾ ഈ വീട്ടിലാണ് വാടകയ്ക്ക് വാങ്ങിയിട്ടാണ് താമസിക്കുന്നത്. ഈ ഒരു ചെറിയ പച്ച വിലയിൽ അഥവാ വാടകയ്ക്ക് മേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു തലമണ്ട പോയി വെറുതെ കയറാന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ജോലിക്ക് ഇതൊക്കെ മതി. അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി. ഇനി ഓട്ടോറിക്ഷ കൊണ്ട് നമ്മളോട് അച്ഛൻ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളെടുത്ത് നല്ല ഡ്രസ്സും ഇല്ല, ആകെ ഈ വാടകയ്ക്കുള്ള വീടിലാണ് ഞാനും അച്ഛനും അമ്മയും കൂടെ ജീവിക്കണേ. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വേണം ബാക്കി ജീവിതം മുന്നോട്ട് വെക്കാൻ. നമുക്ക് പണക്കാരാവാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെ ഈ സാഹചര്യത്തിൽ നമുക്ക് പണക്കാരാവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങി അതുകൊണ്ട് ഒരു കച്ചവടം നടത്താനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ മുമ്പ് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചുകൊണ്ട് പൊട്ടിക്കണേ. അപ്പോൾ അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് കയറിക്കണേ. നമുക്ക് പാസഞ്ചേഴ്സിന് കിട്ടുമെന്ന് അറിയില്ല. എൻ്റെ ഈ വേഷം കണ്ടിട്ട് ആരാ വരാനുള്ളത്? പോയൊക്കെ നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ നോക്കാം. പൈസ കിട്ടിയാലും കിട്ടും തോന്നുന്നു. ആരെങ്കിലും വന്നാൽ മതിയെന്ന്. ദൈവം വിചാരിച്ച ആരെങ്കിലും നമ്മളെ മുന്നിൽ എത്തിച്ച് തരും, ഉറപ്പാണ്. നമുക്ക് നേരെ നമ്മൾ ഒരാളെങ്കിലും കിട്ടുമോ നോക്കാം. ഈ വേഷത്തിൽ ആരും നമ്മളെ ഓട്ടോറിക്ഷ കയറൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, തിരഞ്ഞു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നോക്കാം. വണ്ടിക്കെന്തോ ബ്രേക്ക് ഡൗൺ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, എന്തോ ചെറിയ പ്രശ്നം. പിന്നെ ഇത് അച്ഛൻ പറഞ്ഞു ഈ വണ്ടിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഈ വണ്ടിക്ക് എന്തോ ഒരു അളക്കെന്തോ എൻജിൻ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു അച്ഛന്. അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിങ്ങനെ പോവാണ്, ആരും കിട്ടണിയല്ലോ. അവിടെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ ചേച്ചി എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് വരെ കേൾക്കും. എന്ത് സൗണ്ടിലാണ് ചേച്ചി വിളിക്കണേ? ചേച്ചിക്ക് ഓട്ടോറിക്ഷ പോവാനാണോ? എനിക്ക് ആ ബീച്ചിലേക്കൊന്ന് പോകണമായിരുന്നു. നീ എന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടാക്കുമോ? ചേച്ചിക്ക് എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറേണ്ടത്? എനിക്ക് കയറണമായിരുന്നു. ഞാൻ കയറട്ടെ? നിങ്ങൾ കയറിക്കോളൂ. ഇപ്പം നമ്മളാ ചേച്ചി നമ്മളെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ചേച്ചി നമുക്ക് നേരെ നമ്മളെ ബീച്ചിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം, കാരണം നമ്മളെ നാട് തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ കടലിൽ നിന്നിപ്പോൾ കൊണ്ടുപോകാം. ഇവരെ മകൻ അവിടെ ഉണ്ട്. ഇവരെ എൻജോയ് ചെയ്യാനാണ് ഫാമിലി ചെയ്യാൻ. പക്ഷെ ഇവരെ ഫാമിലി അവിടെ ആദ്യം തന്നെ പോയിക്കണം. പക്ഷെ ഞാൻ കുറച്ച് നേരം വൈകി എന്നാണ് ഈ അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ഈ അമ്മച്ചിനെ ബീച്ചിലേക്ക് കൊണ്ടാക്കി കൊടുക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ച്. നമ്മളെ എയർപോർട്ടിൻ്റെ ഇത്തിരി സൈഡിലാണ് ഈ ബീച്ച് വരുന്നത്. എനിക്കതന്നെ തോന്നുന്നത്, ബീച്ച് അവിടെ തന്നെയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കാം. പിന്നെ ഇവിടെ ഒരു വലിയ ഗോൾ ഡൗൺ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ റിച്ച് ആയ ഒരു പേരുണ്ട്. നമ്മളിങ്ങനത്തെ പേരൊക്കെ വാങ്ങും. നമുക്കും പേരൊക്കെ വാങ്ങണമെങ്കിൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നാലേ നമ്മൾ റിച്ച് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിനെ നമുക്ക് ബീച്ച് കൊണ്ടാക്കാം. ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണ്. ആ മുന്നിൽ കാണുന്നതാണ് ബീച്ച്. നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്നതാണ് എയർപോർട്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ അമ്മച്ചിനെ നമുക്ക് ബീച്ച് കൊണ്ടാക്കാം. ഞാൻ 40 റുപ്യാണ് വാങ്ങണത്. നമുക്ക് രാത്രി വരെ ജോലി എടുക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളാകെ തളർന്നു പോകും. കാരണം വീട്ടിലൊരു റൊട്ടി കഴിക്കാൻ പോലുള്ള പൈസ ഇല്ല. എന്താ ചെയ്യുക? ഓക്കെ, നമുക്ക് ഈ അമ്മച്ചിനെ ഇവിടെ ഇറക്കിയിടാം. അമ്മച്ചീൻ്റെ ഇവിടെ എല്ലാം ഇറക്കുന്നുണ്ട് എന്നാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ അമ്മച്ചീനെ ഇവിടെ കാണുന്നില്ല. ആ അമ്മച്ചീൻ്റെ ഉള്ളിലുണ്ടാവും. അമ്മച്ചീനെ അപ്പുറത്തെ സൈഡിലാണ് ഇറക്കേണ്ടത്. അപ്പോൾ അമ്മച്ചീനെ അവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്മച്ചീനെ ഇറക്കാം. എനിക്ക് അമ്മച്ചി പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്മച്ചീനെ ഇറക്കിയിട്ടുണ്ട്. ഇനി അമ്മച്ചീനെ ഇറക്കിയിട്ട് നമുക്ക് നേരെ അടുത്ത ആളിനെ നോക്കി താടി നടക്കാം. അടുത്ത ആളൊക്കെ കയറും നമ്മളേക്ക്. ഈ വേഷം കണ്ടിട്ട് ഈ അമ്മച്ചി ഒരു ദൈവം പോലെ നമ്മളേൽ കയറി. നീ ആ ചേട്ടൻ വിളിക്കണുണ്ടല്ലോ, മോനെ ഇവിടെ നിർത്തടോ, എനിക്കൊന്ന് എയർപോർട്ടിൽ പോകണം. എൻ്റെ മകന് ദുബായിൽ നിന്ന് വരുന്നുണ്ടോ.
ആ നിങ്ങളെ കയറ്റാലോ, നിങ്ങൾ കയറിക്കോളൂ. അപ്പോൾ ആ ചേട്ടൻ നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടി തിരിക്കാം. ഏകദേശം വാണ്ടിഞ്ഞ് പോകണമെങ്കിൽ എത്ര അയാളടുത്ത് നമുക്ക് 20 റുപ്യ വാങ്ങാം. കാരണം അടുത്ത് തന്നെ അല്ല ഇവിടെ, എയർപോർട്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ 20 റുപ്യ വാങ്ങാം. 30 റുപ്യ ആക്കാം. നമുക്ക് 30 റുപ്യ ആക്കാം, അതാണ് നല്ലത്. കാരണം നമുക്ക് ലാഭം വേണ്ടേ. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറുന്നുണ്ട്, അത് വലിയൊരു അതിശയം തന്നെയാണ്. നമുക്ക് ഇനി നേരെ എയർപോർട്ടിലേക്ക് വിടാം. ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്, ഇത് നമുക്കറിയാം. ഇതാ നിൽക്കുന്നതാണ് എയർപോർട്ട്. പക്ഷേ ഈ എയർപോർട്ടിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡിലാണ് ഈ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ ചേട്ടനോട്, ചേട്ടാ നിങ്ങൾക്ക് 30 റുപ്യ ചേട്ടാ തരേണ്ടത്. ആ മോനെ അതൊക്കെ മതി, ഞാൻ എനിക്ക് 30 റുപ്യ തന്നാൽ പോരെ. അതൊക്കെ മതി ചേട്ടാ, നമുക്കൊക്കെ ഉള്ളൂ മതി. നമുക്ക് ഈ ചേട്ടനെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാം. അടുത്ത അമ്മച്ചി അവിടെ ബീച്ചിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ചേട്ടനെ ഈ സൈഡിലാക്കാനാണ് പറഞ്ഞ്. നമുക്ക് ഈ ചേട്ടനെ ഈ സൈഡിലാക്കി കൊടുക്കാം. അപ്പോൾ ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടനക്ക് പൈസ തന്നു. ചേട്ടൻ നമുക്ക് പൈസ തന്നു. ഇനി നമുക്ക് എല്ലാ പാസഞ്ചേഴ്സും രാത്രി വരെ അങ്ങനെ പണിയെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞ് ഏകദേശം കുറേ ടൈം എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പേരേക്ക് പോവാം. നമ്മളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കുറേ കഷ്ടപ്പെട്ട് ജോലി എടുത്ത് ആകെ തളർന്ന്. ഇന്നിപ്പോൾ ആദ്യം ഒരു 600 റുപ്യൊക്കെ അടുത്തായി ഇന്ന് കിട്ടി. ലാഭമൊക്കെ കിട്ടാനുണ്ട്. ആകെ ഒരു ചെറിയ ഓട്ടോറിക്ഷ കൊണ്ട് നമുക്ക് ഇത്ര ലാഭം കിട്ടി. പിന്നെ ഞാൻ ഇന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവായിട്ട് എനിക്ക് അത്ര ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ ജോലി ഞാൻ എടുത്തെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പേടിക്കാനില്ല. അച്ഛനും അമ്മ വന്നെന്ന് തോന്നുന്നു. പെരയിലൊക്കെ വീട്ടിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. പോയി നോക്കാം. അച്ഛനും അമ്മ വന്നിട്ടുണ്ടാകും. ഞാൻ ഇവിടെ വണ്ടി നിർത്തട്ടെ. ഏതായാലും ഞാൻ സർപ്രൈസ് ആയാണ്ട് കയറാം. അച്ഛനും അമ്മക്ക് പൈസ അവൻ നേരിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്യട്ടെ. വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചു, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് 600 റുപ്യാണ് ലാഭം കിട്ടിയത്. ലാഭം കിട്ടിയാൽ തന്നെ വലിയ ലാഭമാണ്. അപ്പോൾ എത്ര ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ സ്റ്റോറി കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കമൻറ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.